ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു പ്രവാസിയുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരു പ്രവാസിയുടെ യാത്രയുമായി ഞാൻ എത്തി നിൽക്കുന്നത് ദുബായിലെ ഗർഹൂത്ത് എന്ന പ്രദേശത്തുള്ള എയർപോർട്ട് കാർഗോ വില്ലേജിനടുത്താണ്. ഒട്ടനവധി പ്രവാസി മലയാളികളെ നമ്മൾ ഇതിനകം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിലാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ് രംഗത്ത് നൂതന ആശയവുമായി ദുബായിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് MD-akdesigno. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ യങ് ഹാൻസം എൻ്റർപ്രണർ ശ്രീ അബ്ദുള്ള കുഞ്ഞിയാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണെങ്കിലും അദ്ദേഹം ബ്രോട്ടപ്പ് ഇൻ ദുബായ് ആണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. Born in Kasaragod, yes. Brought up in Dubai. പിതാവിന് ഇവിടെ ജോലിയായിരുന്നു. Into the oil and gas sector. സ്ഥാപനത്തിൽ ജോലിയായിരുന്നു. എവിടെയാണ്? It's based out of Jebel Ali ആണ് headquarters. They have facilities in Sharjah, പിന്നെ other regions of the GCC as well. അപ്പോൾ അതുകൂടാണ്ട് he's the founding employee of that company. കമ്പനി എത്രത്തോളം ഡെവലപ്പ് ചെയ്യാനെടുത്ത എഫോർട്ട് പിതാവിൻ്റെ തന്നെ. Of course. There's no doubt about it. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ബിക്കോസ് ഉപ്പ എന്ന് പറഞ്ഞാൽ ഗിവ് മി എ ലോട്ട് ഓഫ് ഫ്രീഡം, ബി ഇറ്റ് മൈ കരിയർ ചോയ്സ്. പിന്നെ അതേപോലെ തന്നെ എല്ലാവിധ എന്ത് ഞാൻ ചെയ്യുന്നതിലേക്കും ഫുൾ സപ്പോർട്ട് ഉപ്പാൻ്റെത് ഉണ്ടായിരുന്നു. കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് ചെമ്മനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അതെ. ആഫ്റ്റർ 4 years ആയപ്പോൾ ബേസിക്കലി അറ്റ് ദ ഏജ് ഓഫ് 1 year itself ഞാൻ ദുബായിൽ വന്നിട്ടുണ്ട്. സിൻസ് ദെൻ പഠിപ്പെല്ലാം സ്കൂളിങ്ങും അതേപോലെ മൈ ആർക്കിടെക്ചർ ആസ് വെൽ ഞാൻ ഇവിടെ തന്നെ വെച്ച് ചെയ്തത്. ഇവിടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിൽ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം ആർക്കിടെക്ചർ. BArch. പഠിച്ചതൊക്കെ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ഇന്ത്യൻ ബേസ്ഡ് സ്കൂളായിരുന്നു. മോഡേൺ ഹൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റ്സ് കോൾഡ് മോഡേൺ അക്കാഡമി. സോ ലോട്ട് ഓഫ് ദുബായ് എക്സ്പോഷറും അറ്റ് ദ സെയിം ടൈം കുറേ ഇന്ത്യൻ റൂട്ട്സും ഇറ്റ്സ് വാസ് ദേർ. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. യു ആർ ദ എൽഡർ വൺ. ഐ ആം ദി എൽഡസ്റ്റ്. ബാക്കി താഴെ 5 പേര്. മൊത്തം 6 പേരാണ്. അതെ. 5 boys and 1 girl. നമ്മളൊരു ആർക്കിടെക്ചർ എന്ന ഒരു സെഗ്മെന്റിലേക്ക് ഇൻട്രസ്റ്റ് വരാനുണ്ടായിരുന്ന കാരണം എന്താണ്? ഇപ്പോൾ ദുബായ് എന്ന് പറയുന്നത് how it is. It's all എല്ലാ ഡെവലപ്മെൻറ്റ് വൈസ് ഇൻ ടേംസ് ഓഫ് ആർക്കിടെക്ചർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ആൻഡ് ഞാനിപ്പം ചെറുപ്പം മുതലേ കാണുന്നുണ്ട് വേർ ഷേഖ് സായദ് റോഡ് വാസ് ജസ്റ്റ് 2 lane റോഡായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ട്രേഡ് സെൻറ്റർ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കണ്ട് ആ ഒരു ആർക്കിടെക്ചറൽ ഡെവലപ്മെൻറ്റ് തന്നെ കണ്ട് വളർന്ന ആളാണ്. അപ്പം ചെറുപ്പം മുതലേ ഉപ്പാനിലുള്ള വീക്കെൻഡ്സിൻ്റെ ഒപ്പം വി യൂസ് ടു ഗോ ടു ജുമേര സൈഡ് കുറേ വീടുകൾ കാണും. അപ്പോൾ അതേപോലെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് വീടുകളെല്ലാം കാണുമ്പോൾ ഭയങ്കര താല്പര്യം. അപ്പം അറ്റ് ഏജ് ഓഫ് അറൗണ്ട് ഒരു 8th grade എല്ലാം ആകുമ്പോഴേക്ക് നമ്മൾ വീട് നാട്ടിൽ കെട്ടുന്ന സമയത്ത് വി എൻഡഡ് അപ്പ് മീറ്റിംഗ് NM സലീം അങ്കിൾ. അപ്പോൾ മൂപ്പറ് കണ്ട് അങ്ങനെ കുറച്ച് ഡിസ്കഷൻ നടത്തുമ്പോൾ ഞാനും കുറച്ച് ഇൻപുട്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ വിചാരിച്ച് ഐ തോട്ട് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ ക്യാൻ പ്രോപ്പർലി ഡു. അതെ. പിന്നെ അതെന്ന് വെച്ച് ഇതേപോലെ തന്നെ പാഷൻ ഉണ്ടായിരുന്നു. ഐ യൂസ് ടു ലൈക്ക് സീയിങ് വീടുകളും പിന്നെ അതേപോലെ ബിൽഡിങ്സ് എല്ലാം കാണാനെല്ലാം ഭയങ്കര താല്പര്യമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ. ദി അതർ തിങ് വാട്ട് ഐ വാസ് ക്രേസി അബൌട്ട് കാസിൽ പിന്നെ ദർ ഇസ് നോട്ട് മച്ച് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് രണ്ടിൽ ഈ താല്പര്യത്തോടെ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ തന്നെ ഫാമിലി ഓഫ് ഫ്രണ്ട്സ് വീടുകൾ ചെയ്യുമ്പോഴേക്ക് അതിനൊരു കളേഴ്സ് ഇല്ലെങ്കിൽ കർട്ടൻസോ ഫർണിച്ചേഴ്സോ സെലക്ട് ചെയ്യാൻ ചെറുപ്രായത്തിൽ തന്നെ എന്നെ ഇൻവോൾവ് ആക്കും. അപ്പോൾ സോ സീയിങ് ദോസ് റിസൾട്ട്സ് അതിനൊരു പ്രൊഫഷനായിട്ട് ശരിക്കും ഒരു എയിം ഉണ്ടായിരുന്നു. അതെ. ഐ ഹാഡ് എൻ ഏർലിയർ സ്റ്റേജ് ഇറ്റ്സെൽഫ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഐ വിൽ ബിക്കം എൻ ആർക്കിടെക്ട്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് BArch അത് കഴിഞ്ഞിട്ട് actually illa, I didn't work anywhere. During the college days we had to do internship. About 1 year one internship I did with Salim uncle Natlu Calicut. Then adu koodandu
ദുബായിൽ വെച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കുറച്ച് കോളേജ് സ്റ്റുഡൻസിനെ ഹയർ ചെയ്തിരുന്നു. ആ സമയത്ത് ഐ ഡിഡ് മൈ ഇന്റേൺഷിപ്പ്, ദ സെക്കൻഡ് ഇന്റേൺഷിപ്പ് ഞാൻ അവിടെ വെച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി 2 years കഴിഞ്ഞിട്ട് 1 year വി വർ പ്ലാനിങ് അനദർ ബിസിനസ് അറേഞ്ച്മെൻറ്റ്. അതിൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തതും നമുക്ക് സലീമിൻ്റെ കൂടെയൊക്കെയുള്ള ഒരു കുറച്ച് നാളത്തെ ആ ഒരു എക്സ്പീരിയൻസ് വളരെ നമുക്ക് പ്രയോജനം ചെയ്തു. ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും, ബിക്കോസ് ദാറ്റ് ഈസ് അവർ ഫസ്റ്റ്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പോലെയല്ല, ലൈക്ക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഇറ്റ്സ് സ്റ്റിൽ ക്വൈറ്റ് ഡിഫറെൻറ്റ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴേക്ക് വി ഗെറ്റ് ടു നോ ഹൗ ദി ലൈക്ക് ക്ലയൻറ്റും ആർക്കിടെക്റ്റും തമ്മിലുണ്ട് ഇൻട്രാക്ഷൻ. ആൻഡ് NM Salim uncle's office is also very big. So we learnt ഇപ്പോൾ ഡ്രോയിങ് സ്റ്റേജ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ് സ്റ്റേജ് ആയിക്കോട്ടെ, എങ്ങനെ ആ ഒരു പ്രോസസ്സ് പോലും പഠിക്കാൻ പറ്റി. അതൊരു സക്സസിൻ്റെ ഒരു പ്രധാന കാരണം. ഡെഫിനറ്റ്ലി. ഈവൻ ചൂസിങ് ആസ് എൻ ആർക്കിടെക്ട് വാസ് സീയിങ് NM Salim uncle. One of the decision factor architect ആവാൻ seeing him. And then of course my father's support and freedom to choose what I wanted to pursue. He wanted me to become a doctor, but doctor ആണോന്നായിരുന്നു ആഗ്രഹം. പക്ഷേ but then seeing നമ്മളെ ഈ പാഷൻ, നമ്മുടെ ടേസ്റ്റ് എന്താണെന്ന് ടേസ്റ്റ്, അതുപോലെ തന്നെ ആ ഫുൾ ഫ്രീഡമും സപ്പോർട്ടും പാൻ്റെ ഉണ്ടായിരുന്നു. That I think is the biggest achievement for me. 2006 you started MD-akdesigno. Yes. AK Abdulla Kunhi and Designo is an Italian Spanish word for design. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒരു ചെറിയൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ജസ്റ്റ് എ സിമ്പിൾ AK ഡിസൈൻ. AK ഡിസൈൻ എന്ന് പറയുന്ന കമ്പനി കുറേ കണ്ടമാനം വേൾഡ് വൈഡ് തന്നെ ഉണ്ട്. സോ ജസ്റ്റ് ടു ഗിവ് ഈവൻ ദറ്റ് പേഴ്സണൽ, ബിക്കോസ് as an architect we are translating a certain personality of ours also. അപ്പോൾ അതിനതിന് എൻ്റെ ഒരു പേര് ഇരുന്നോട്ട് ലൈക്ക് അറ്റാച്ച് ചെയ്ത്, പിന്നെ ഡെസിഗ്നോ ആസ് എ ഡിസൈൻ വേർഡ്, അതിന് ഇറ്റാലിയൻ സ്പാനിഷ് ആ വേർഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് 2007 and 2008 ദുബായ് മാർക്കറ്റ് ഒരു ഡൾ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു കമ്പനി ഗ്രോത്ത് ആയി വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്രൈസിസ് ആയിരുന്നു. ക്രൈസിസ്, എവറിത്തിങ് ഹാസ്, ഇപ്പോൾ ചില സമയത്ത് ക്രൈസിസ് ബിക്കംസ് എ ബ്ലെസ്സിങ് ഫോർ സമൺ ഓൾസോ. Because ആ സമയത്ത് we are growing, we are just a very small team. ശരിക്കും പറഞ്ഞാൽ 2-3 പേരേ ഉള്ളൂ. അപ്പം at that point of time വലിയ കമ്പനീസിൻ്റെ അടുത്ത് ആൾക്കാർ പോകാൻ മടിക്കും. അപ്പം നമ്മളടുത്ത് മോർ അപ്രോച്ചബിൾ ആയി ആൾക്കാർ. അപ്പോൾ we started getting more works because we are a smaller team, more passionate. അപ്പോൾ അതിൻ്റെ ബേസിൽ കുറേ ആൾക്കാർ വലിയ കമ്പനീസ് നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് കണ്ടമാനം സപ്പോർട്ട് നമുക്ക് ഇനീഷ്യൽ we got because of that. ബിക്കോസ് ഓഫ് ദ ക്രൈസിസ് നമുക്കൊരു നല്ല ഒരു സപ്പോർട്ടീവായിട്ടാണ് വന്നത്. കരുത്തെ പറഞ്ഞു ചിലപ്പോൾ ബ്ലെസ്സിങ് ആയിരിക്കും. അത് തന്നെയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ് ഇനിഷ്യൽ സ്റ്റേജിൽ. ഓഫ് കോഴ്സ് ദർ ഇസ് എല്ലാ കമ്പനികളിലും നമ്മളുണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അത് ഏത് കമ്പനിയിലുണ്ടാവും. അത് തന്നെയായിരുന്നു തുടക്കത്തിൽ. പ്രത്യേകിച്ചിട്ട് നമ്മളെ ഫീൽഡ് ഇറ്റ്സ് ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ഫീൽഡാണ്. അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് കമ്പനി വിൽ നോട്ട് ഹാവ് മച്ച് എക്സ്പീരിയൻസ്, ബട്ട് സീയിങ് ആ പാഷൻ ആക്ച്വലി നമ്മളത് വി വർ മോർ ഓഫ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ആയിരുന്നു. നമ്മളൊരു വർക്ക് ചെയ്ത് അതിൻ്റെ ഭംഗി കണ്ടിട്ടോ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ തിരിച്ചു വന്ന അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്തത്. ആക്ച്വലി ഇറ്റ്സ് മോർ ഓഫ് എ വേർഡ് ഓഫ് മൗത്ത് വിതിൻ ആ സർക്കിൾ. നമ്മൾ ഒരു പ്രോജക്റ്റ് ഉണ്ട്, പിന്നെ അപ്പോൾ വേറൊരാൾ അതിനെ കണ്ടിട്ട് ദേ വുഡ് കോൺടാക്ട് us to do their work. അപ്പോൾ വി നെവർ ഡിഡ് മാർക്കറ്റിംഗ്, ഒരു മാർക്കറ്റിംഗ് ഫ്രം ആ സൈഡ്, ഓർ വി ഡിഡ്ന്റ് ഡു എനി സെയിൽ സ്ട്രാറ്റജീസ് എനിത്തിങ്. ആൾക്കാർ seeing our work or seeing our creativity, they decided to approach us for their projects. മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് രംഗത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്, പക്ഷെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് MD-akdesigno അപ്ഡേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെ. ഇഫ് യു ഡോണ്ട് ഇവോൾവ് വിൽ ഗെറ്റ് സ്റ്റക്ക്. പഴയ സ്റ്റൈൽ, ഇപ്പോൾ പുതിയൊരു ക്ലയൻറ്റ്, ഇപ്പോൾ നിങ്ങളായിക്കോട്ട്
നിങ്ങളൊരു ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതുമ വേണമെന്നുണ്ടാവും നിങ്ങളുടെ പ്രോജക്ട്സിലോ അല്ലെങ്കിൽ നിങ്ങൾ. അപ്പം ഇഫ് യു ആർ സ്റ്റാഗ്നൻറ്റ് we will not have much potential, and design is also ever evolving. അപ്പോൾ അതിൻ്റെതായ we do our research also. നമ്മളതായ ട്രാവൽ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ how different projects worldwide അത് കാണുമ്പോൾ അതിൽ നിന്ന് കുറേ ലൈക്ക് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ apart from that, internally as an office we have within our team like a design director who's a German professor and highly experienced. അപ്പോൾ our inputum she is also providing, and then she's an advisor. She's an advisor to us, so she gives us new techniques or new ideas on how to improve our designs, improve our process. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടീമിന് തന്നെ വർക്ക്ഷോപ്സ് നടത്തും to work on different projects, something new, something refreshing. പിന്നെ അത് കൂടാണ്ട് now we've started another thing, we are entering international competitions. അപ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് എന്താ പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിന് ഒരു ലിമിറ്റ് ഇല്ല. സോ വി ആർ ഫ്രീ ടു ഡു വാട്ട് എവർ വി വാണ്ട് ആൻഡ് പുഷ് ആർ ക്രിയേറ്റീവ് സൈഡ് as well. ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കളേഴ്സാണ്. ആ കളേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെലക്ഷൻ ഓഫ് കളേഴ്സ് അതിനെവിടെയാണ് നമുക്ക് നൽകേണ്ടതെന്നുള്ള ഒരു ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതെങ്ങനെ നമ്മൾ കളർ സെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ ബിറ്റ് ഓഫ് ഇൻബോൺ തിങ് എന്നും പറയാം. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ലൈക്ക് ഐ സെഡ്, വി ഹാവ് ടു ബി വെരി ഒബ്സർവൻറ്റ്. വി സീ ലൈക്ക് ഇപ്പോൾ ഈ ഒരു ചെയറിന് റെഡ് ഓർ ബ്രൗൺ ആ കോമ്പിനേഷൻ ഇറ്റ് വർക്ക്സ്. അപ്പോൾ വി ട്രൈ ടു റിമെമ്പർ ദാറ്റ് ആൻഡ് വി ട്രൈ ടു സീ വി ക്യാൻ അഡാപ്റ്റ് ദീസ് കൈൻഡ് ഓഫ് കളേഴ്സ് ഇൻ അവർ പ്രോജക്ട്സ്. ആ ഒരു കോമ്പിനേഷൻ ശരിയാവും തോന്നും. It's actually one of the most important thing in our field is to be very observant. We try to observe. ഞാനും പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ടീമിനോടും പറയും, when I go look around, even I look at the smallest skirtings മുതൽ സീലിംഗ് ഇങ്ങനെ ശ്രദ്ധിക്കും, just to make sure what are the പോസിറ്റീവും നെഗറ്റീവും, എന്നിട്ട് അതിനനുസരിച്ചിട്ട് അഡാപ്റ്റ് into our projects. ഒരു ഓൺ ടൈം എന്ന് പറയുന്നതാണ്. നമുക്കൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തീർത്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇൻറ്റീരിയറിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വർക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അതെങ്ങനെയാണ് നമുക്കൊരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു മിനിമം ടൈം എന്തായാലും ചോദിക്കും. ബിക്കോസ് ഈവൻ ആസ് എ ക്ലയൻറ്റ് ഓഫ് കോഴ്സ് ദേ വിൽ കം പ്രോബബ്ലി നാളെ വേണമെന്ന് പറയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാണ്. ബട്ട് വി ഡോണ്ട് ട്രൈ ടു, നമ്മൾ ക്ലയൻറ്റിന് ശരിക്കും അഡ്വൈസ് ചെയ്യും അത് പറ്റില്ല. ബിക്കോസ് വി നീഡ് എ സ്പെസിഫിക് ടൈം ടു ഡെവലപ്പ് ഒരു സർട്ടൻ ക്വാളിറ്റി ഓഫ് പ്രോജക്റ്റ്. But alhamdulillah, for us, we've managed to pull it off. There have been tighter deadlines. So we come ഒരു മിഡിൽ ഗ്രൗണ്ടിലേക്ക് വരും. ക്ലയൻറ്റിൻ്റെ ഡെഡ്ലൈനും അതേപോലെ നമ്മളൊരു ഡെഡ്ലൈനും ബാലൻസ് ചെയ്തിട്ട് we try to work it out. MD-akdesigno എന്ന പ്രസ്ഥാനം ഇന്ന് ഒരുപാട് പ്രോജക്റ്റുകൾ ദുബായിൽ ചെയ്തു. ഔട്ട് ഓഫ് ദുബായ് ആൾസോ ചെയ്തു. കൂടുതലും ഇന്ത്യക്കാരുടെ പ്രോജക്റ്റുകളാണ് MD-akdesignoയുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രോജക്റ്റുകൾ. ക്ലയൻസ് വൈസ് നോക്കിയാലും ഇന്ത്യൻസ് ആണ് കൂടുതലും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ വി ഡോണ്ട് ഡു മാർക്കറ്റിംഗ്. ഇറ്റ്സ് മോർ ലൈക്ക് ഫസ്റ്റ് പ്രോജക്ട്സ് കെയിം ഫ്രം ഫാമിലി ഓർ ഫ്രണ്ട്സ്. അവരൊരു പ്രോജക്റ്റ് ഒരു റെസ്റ്റോറൻറ്റ്, നമ്മളൊരു ഫസ്റ്റ് പ്രോജക്റ്റ് റെസ്റ്റോറൻ്റ് ആയിരുന്നു കറാമയിൽ. മൈ കസിൻ അവരെന്നെ തന്നു. അപ്പം അവർ പറഞ്ഞു ഒന്ന് ചെയ്ത് താ ഒരു ചെറിയൊരു സ്പേസ്. അപ്പോൾ ദാറ്റ് ബിക്കെയിം സക്സസ്ഫുൾ. ആൻഡ് സോ ഫ്രം ദാറ്റ് where they like family or friends who are related went to that restaurant to eat. Then from there അവർ പറഞ്ഞു ഓക്കെ എൻ്റെ ഒരു ഓഫീസ് ഉണ്ട്, എൻ്റെ ഒരു വീടുണ്ട്. ദാറ്റ് ബിൽറ്റ് അപ്പ്. അതുകൊണ്ടായിരിക്കും മിക്കവാറും ആ ഒരു സർക്കിൾ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ലോക്കൽസിൻ്റെയും ചെയ്തിട്ടുണ്ട്. നൗ വി ആർ വർക്കിംഗ് വിത്ത് സം ഇൻ്റർനാഷണൽ ഹോട്ടൽ ഗ്രൂപ്പ്സ് ആസ് വെൽ. കുറച്ച് മെജോറിറ്റി ഓഫ് കോഴ്സ് നമ്മൾ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു കൂടുതൽ ചെയ്തത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എൻ എക്സ്പോഷർ ഓൺ എ പേഴ്സണൽ ലെവൽ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത്, പിന്നെ അല്ലാതെ കൊമേഴ്ഷ്യൽ സെക്ടർ, റെസിഡൻഷ്യൽ സെക്ടർ, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിലേക്ക് കഴിഞ്ഞു. പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു MD-akdesigno. ഇന്ന് ഇപ്പോൾ ഔട്ട് ഓഫ് ദുബായ് സൗദിയിൽ സ്കൂളിൻ്റെ ചെയ്യുന്നുണ്ട്. വീവ് ഗോട്ട് വൺ ഓഫ് അവർ വെരി ഗുഡ് സപ്പോർട്ടിങ് ക്ലയൻസ്, ദ ബ്രിഡ്ജ് വേ ഗ്രൂപ്പ്. അവരെ സപ്പോർട്ട് കൊണ്ട് വി ആർ
working on their architecture projects. We are working on their diversified ഫീൽഡിലുണ്ട് ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടേതായ സ്കൂള്, അവരുടെ കോർപ്പറേറ്റ് ഓഫീസ്, അവരുടെ റെസിഡൻഷ്യൽ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോറ ഗ്രൂപ്പ് ഹോട്ടൽ, ഹസൻക, കലാംക, ബാബുക്കാലം നല്ലോണം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് in terms of giving us a push into the hospitality sector. എന്നാലൊരു ചലഞ്ചായിട്ട് ചെയ്ത പ്രോജക്റ്റ് ഏതാണ്? സീൻ റെസിഡൻഷ്യലിൽ നമ്മൾ പറയുക ഒരു അടുത്ത് ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു 25 വർഷം പഴക്കൊണ്ട് ഒരു വീടിനെ വി ഹാഡ് ടു കൺവേർട്ട് ഇൻ ടു സംതിങ് മോഡേൺ ആൻഡ് അത് പഴയ ഒരു സ്ട്രക്ചറല്ലായിരുന്നു. പക്ഷെ എന്നാലും വിത്തിൻ ദറ്റ് ന്യൂ ടേസ്റ്റ് മോർ ലൈക്ക് ദുബായിലെല്ലാം ചെയ്യുന്ന രീതിയിൽ തന്നെ വി വർ ഏബിൾ ടു കം അപ്പ് വിത്ത് എ റിസൾട്ട്. നാട്ടിൽ കാസർഗോഡ് തന്നെയായിരുന്നു. പിന്നെ അതുകൂടാണ്ട് ആക്ച്വലി another challenging is the hospitality sector, doing hotels. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോറ ഹോട്ടൽസിൻ്റെ which was our first hotel project. അതിൽ we had to do the renovation without stopping the hotel. So there were challenges. ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു കെയർഫുള്ളി. പിന്നെ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു അതിന്. അപ്പം അതും we managed to balance it out. So in terms of commercial, that hospitality, that project was quite challenging. Residential, this one also was challenging. And that നാട്ടിലായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് ദുബായ്. ഓഫ് കോഴ്സ് ദർ ഈസ് കോമ്പറ്റീഷൻ. നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ മാർക്കറ്റിനെയാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്? അത് one thing is that what we want to do is നമ്മളിപ്പം we are trying to talk to different international companies like out of Europe and Shanghai to collaborate as a design team. So that is to bring in that international expertise. Adum we are trying to, it's talks നടന്നുകൊണ്ടുണ്ട്. ഒരു ടീം വർക്കാണ് AKDesignoയുടെ ഏറ്റവും വലിയൊരു സക്സസ്സിന് പിന്നിൽ. നല്ല എഫിഷ്യൻ്റായ എംപ്ലോയീസ്, ഒരു നല്ലൊരു പ്രൊഫഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ടീം, ഇൻറ്റീരിയർ ആർക്കിടെക്ചറിൻ്റെ ഒരു ടീം തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് ആൻഡ് പ്രൊഫഷണലിസത്തെ കുറിച്ചൊന്ന് പറയാം. Of course AKDesignoൻ്റെ ഗ്രോത്തിൻ്റെ പിന്നാലെ there is definitely the team. There's no doubt about it. Okay, എനിക്ക് ഒരു വിധത്തിൽ ഗൈഡ് ചെയ്യുക, ഒരു പ്രിൻസിപ്പലി ലീഡ് ചെയ്യുക. ബട്ട് വിതൗട്ട് മൈ ടീം I don't think I could have achieved what we've done so far. Like you said, ഇത് ടീം വർക്കാണ്. എല്ലാവരും അവരുടേതായ ഡെഡിക്കേഷനും ലോയൽറ്റിയും പാഷനും കൊണ്ട് അത് they put it into the work. അതുകൊണ്ട് നമുക്ക് we are able to produce these kind of results in the same quality and the same time within that time frame. ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് യാത്രകളാണ്. യാത്രകളിൽ കിട്ടുന്ന നോളജ്, അതാണ് ഒരു ബിസിനസ്സിനെ എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. എത്രത്തോളം അബ്ദുള്ളയുടെ യാത്രകൾ ബിസിനസ്സിനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെല്ലാം I make it a point to stay in different hotels or different properties. So അതെന്ന് ഞാൻ പറഞ്ഞതിനെ പോലെ I observe ഇതെങ്ങനെ ചെയ്തതോ, ആ ഒരു പ്രോപ്പർട്ടി ഹൗ ഇസ് ഇറ്റ് ഫിനിഷ്ഡ്. അപ്പം വി ഗെറ്റ് എ മച്ച് ബെറ്റർ എക്സ്പോഷർ. പിന്നെ അതുപോലെ തന്നെ വെൻ വി ട്രാവൽ ലൈക്ക് യു ആസ്ക് മീ, നമ്മളിപ്പം അവരെ കൾച്ചേഴ്സ് there is a lot of cultural aspect that needs to be considered in architecture. അപ്പം sometimes a little bit of fusion also helps to bring that innovation. നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരു വിജയത്തിൻ്റെ പ്രധാന കാരണം എനിക്ക് കിട്ടിയ ഫ്രീഡമാണ്. എൻ്റെ പിതാവ് എനിക്ക് നൽകിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിലൂടെയാണ്, കാരണം ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത്, എൻ്റെ ടേസ്റ്റിനനുസരിച്ച് പിതാവ് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്തു തന്നു. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ അബ്ദുള്ളയുടെ ജീവിതത്തിൽ വാപ്പായും ഉമ്മായും എത്രത്തോളമാണ് സ്വാധീനിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഉപ്പാൻ്റെ സപ്പോർട്ട് ഇസ് ഓഫ് കോഴ്സ് ബിൻ മൈ അറ്റ്മോസ്റ്റ് reason for giving, whatever we have achieved this company.
Umma also played a very important part in my life and how I learnt about design. മൂപ്പത്തിക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ആൻറ്റീക്സ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വീടിൻ്റെ സെറ്റ് ചെയ്യുന്നതും. അപ്പോൾ അതും ഒരു ഇൻസ്പിറേഷനായി എൻ്റെ ജീവിതത്തിൽ. And I've been blessed with a wonderful family. My brothers, I got a sister, my wife and kids. They've always been given me a lot of freedom. ഒന്നിനും ഇൻ്റർഫിയർ ആക്കില്ല. അപ്പോൾ ആ ഫ്രീഡം ആൻഡ് ദറ്റ് ഫാമിലി സപ്പോർട്ട് ആൻഡ് ലൈക്ക് ഐ സെഡ് ഇസ് എ വെരി ഡിമാൻഡിങ് ഫീൽഡ്. ചില സമയത്തൊന്നും നമുക്ക് we might not be in the right sense of mind also, but our family is there to support us, and that's a big encouragement, and they are there through our good and bad, you know, through and കല്യാണം കഴിച്ചിരിക്കുന്നത് കാസർഗോഡ്. കുട്ടികൾ? 2 കുട്ടികൾ, 2 പെൺകുട്ടികൾ. മൂത്തയാളുടെ പേര് റാനിയ and Zeba. My wife's name is Fatima. ഇവിടെ തന്നെയാണ് റാനിയ. Studying in the same school ഞാൻ പഠിച്ചത്. അതന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ says she will become an architect as well. I don't know. Let's see. അത് തീർച്ചയായും, കാരണം താങ്കളുടെ പിതാവ് പറഞ്ഞു തന്ന അതേ വഴിക്ക് തന്നെയാണ്. അതെ, freedom is there. Because see, ഇപ്പോഴത്തെ ഐഡിയോളജിയിൽ പീപ്പിൾ സേ ദാറ്റ് the work should be it should be a passion, and then it will be successful. Meaning, if you're not passionate about what you do, you'll not become successful, and that's, I think, what is driving me. There were times when, because of the demands of the field, you might think, okay, Vitteka, Madina, but really I love this field a lot. I love architecture, I love interior design, so that's what drives me. അത് ആ ഡ്രൈവിലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് പ്രോബ്ലി given up long time back. കാരണം ഒരിക്കലും നമ്മൾ റീച്ച് ചെയ്യാൻ പറ്റില്ല. There's a lot of hindrance. It's not especially when you're trying to do it in a professional manner, there's a lot of hurdles because the market trends ആയിരിക്കും, commercial ആയിരിക്കും, എന്തെല്ലാം factors ഉണ്ടാവും for it. But really the passion is what drives me to to improve and grow this and company. Success. Yes, inshallah. ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ റീച്ച് ചെയ്തു. അതിനേക്കാൾ മോർ എവർ നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നു. MD-akdesigno. Well, as a designer, as an architect, I still say we need to push ourselves more. More, because experience is the biggest factor in this. We learn from every project. ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ പോരായ്മകളും അതെല്ലാം കണ്ടുപിടിച്ച് അത് അഡാപ്റ്റ് ചെയ്തും അത് മുമ്പോട്ട് ചെയ്യുന്നുണ്ട്. ആസ് എൻ ആർക്കിടെക്ട്, സീരിയസ്ലി we are still striving to improve. We're still striving to come up with better solutions. So I can't say field is not a book. It's not a field of yes or no. It's something that maybe we might do a work that everybody maybe I like or you like, but the third person need not like it. So we are trying to adapt to everybody's taste. We're trying to adapt and come up with the best solutions, and for that, research, ever improvements in terms of all projects allam adaikondundi. Future plans, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ we are trying to do international collaborations. അതിൻ്റെതായ എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ we can bring in ഒരു international experience to the company as well. Apart from that, we are planning on setting up offices in different parts. That's also in talks with a company in Bahrain, Oman, and inshallah within about maybe 1 or 2 months നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലൊരു ഓഫീസ് ഓൾറെഡി പണി നടക്കുന്നുണ്ട്. That should start. So we're trying to reach out to different areas. Yes. അതിനുവേണ്ടി സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. Thank you very much. You are spending a valuable time for us. Thank you for coming. Okay.